വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞു. അതിൽ തെറ്റുണ്ടോ? ആ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം വെച്ചാൽ സ്വന്തം അച്ഛൻ്റെ പേരാണല്ലോ. അച്ഛൻ്റെ പേരിനകത്ത് അതുണ്ടെങ്കിൽ തെറ്റില്ല. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ജിൻഡോ അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ചാനലിലത്തേക്കൊക്കെ വരുന്നൊരു മുഖം, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്കൻ ജിൻഡോ എന്ന് ഞാൻ പറയേണ്ടതില്ല, ജിൻഡോ ജോൺ അത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിൽ രണ്ട് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒപ്പമാണ് മേനോൻ എന്ന് ചേർക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മകളുടെ പേരിൻ്റെ ഒപ്പമാണ് ചേർക്കുന്നതെങ്കിലോ ഒക്കെ അതിനകത്ത് അദ്ദേഹത്തിനൊരു കൺട്രോളുണ്ട്. പക്ഷേ ഇത് ദാമോദര മേനോൻ മകൻ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് തിരുത്താൻ മകന് പോലും പറ്റില്ല. കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ രണ്ടാമത് ഞാൻ അതിൻ്റെ ഒരു സംശയവും കൂടി ചോദിച്ചിരുന്നു. ആ സംശയം ഇന്ന് ഏറെക്കുറെ എനിക്ക് ബലപ്പെടുകയാണ്. കാരണം അത് പ്രത്യേക ചില സോഴ്സുകളിൽ കിട്ടിയുള്ള വിവരങ്ങൾ പ്രകാരം എനിക്കത് ബലപ്പെട്ടു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു അജണ്ട ഉണ്ടോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. കാരണം ജിൻഡോ ജോൺ വളരെ അറിയപ്പെടുന്ന ഒരു സതീശൻ്റെ അനുയായിയാണ്. അപ്പോൾ സതീശൻ്റെ അനുയായിട്ടുള്ള ജിൻഡോ ജോൺ ഒന്നില്ലെങ്കിൽ വല്ല KC പക്ഷത്തേക്ക് മാറുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഉണ്ടാവുകയോ ചെയ്യണം. പക്ഷേ എങ്കിൽ പോലും ജിൻഡോ ജോണിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ജിൻഡോ ജോണിന് അങ്ങനെ ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ പിന്നിൽ സതീശന് ഇത് ബോധപൂർവ്വം പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൽ ജിൻഡോ ജോൺ തന്നെ പറയുന്നത് MLA സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇതിനു മുമ്പൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ്. അത് നമുക്കറിയില്ല, എനിക്കറിയില്ല, ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പറഞ്ഞേക്കുന്നതിൻ്റെ പിന്നിലൊരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി സതീശൻ്റെ ബുദ്ധി തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള തന്ത്രവും കുതന്ത്രവും ഒക്കെ സതീശൻ്റെ മനസ്സിലായിരിക്കും കൃത്യമായിട്ട് വരാൻ സാധ്യത. അതുകൊണ്ട് സതീശൻ്റെ ബുദ്ധിയാകെ കാരണം എന്ന് വെച്ചാൽ സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രി ആയപ്പോൾ ഉയർന്നു വന്ന ഏറ്റവും വലിയ വിമർശനം എന്താ? ആ വിമർശനം എന്ന് പറയുന്നത് ഇത് മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ്, അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഒരു മുസ്ലിം ജമാഅത്തെ ഇസ്ലാമി മുഖ്യമന്ത്രിയായി ഏതാണ്ട് ചാപ്പ കുത്തപ്പെട്ട ഒരാളാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ സതീശൻ പിന്നീട് ഈ വടശ്ശേരി ദാമോദര മേനോൻ മകൻ സതീശൻ എന്നുള്ള നിലയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ ഇതൊരു വിവാദമാക്കണം, ആളുകൾ ശ്രദ്ധിക്കാതെ പോയാലോ എന്നൊരു ടെൻഷൻ സതീശനുണ്ടാവും. കാരണം ആ പരിപാടി ചെയ്തേക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദികളുടെ മുഖ്യമന്ത്രി അല്ല, പകരം ഞാൻ ഇത് മേനോനാണ് എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന പോലെ എന്താണ് ഒരു നായർ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു സൈഡിനും കൂടി ഒരു മെസ്സേജ് കൊടുക്കാനും അതേസമയം ഈ ഒരു വിമർശനത്തെ തെല്ലൊന്ന് അടക്കാനും വേണ്ടിയിട്ടാണ് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനം. കാരണം നമ്മൾ തമ്മിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്ത അറ്റകുറ്റപ്പണിയും മോടി പിടിപ്പിക്കലല്ല എന്ന് പറയുന്ന സതീശന് അനുകൂലമായിട്ടുള്ള വാർത്തകളും സതീശൻ പൂക്കി സതീശൻ എന്ന് പറയുന്ന വാർത്തയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഒരൊറ്റ പണിയേ ഉള്ളൂ. മനോരമ മുതൽ മീഡിയ 1 മുതൽ രാവിലെ ഏഷ്യാനെറ്റ് വരെയുള്ളവർക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു സതീശ് ചരിതം ഭജന പാടുക, എന്നിട്ട് നേരെ വീട്ടിൽ പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ട വഴിയോടെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് മാത്രം അങ്ങനെ വിവാദമായി എന്നുള്ളത് എന്നെ വല്ലാതെ അമ്പരപ്പിച്ചു. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്, ഇത് യഥാർത്ഥത്തിൽ വളരെ മികച്ചൊരു തന്ത്രമാണ്. ഏത് മറ്റേ മുസ്ലിം മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രി, മുസ്ലിം ലീഗിന് അപ്രമാദിത്വം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കും മീഡിയ 1ൻ്റെ ഒക്കെ മുഖ്യമന്ത്രിയാണ് സതീശൻ എന്ന് പറയുന്ന ലേബലിൽ നിന്ന് സതീശന് പുറത്ത് കിടക്കാനായിട്ട് സതീശൻ വളരെ ബുദ്ധിപൂർവ്വം ജിൻഡോ അടിക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തേക്കടാണ് ഈ പരിപാടി ചെയ്തേക്കടാണ്. ഇതൊക്കെ സാധാരണ ജനത്തിന് മനസ്സിലാവില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു ഘട്ടവും കൂടി ഞാൻ പറയാം. ഞാനിത് സൂക്ഷ്മമായി വിലയിരുത്തിയപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ ഞാനിത് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു അന്നേരം. അതായത് ഈ കേരളം മുഴുവൻ പ്രചരിക്കുന്നൊരു സെൻറ്റൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടൈംസ് നൗവിൻ്റെ ഒരാളിൽ നിന്ന് വളരെ അഗ്രസീവായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് ചാനലാണ്. ഇംഗ്ലീഷ് ചാനലിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഇംഗ്ലീഷ് കൃത്യമായി ഡെയിലി സംസാരിക്കാത്ത ആളുകൾക്കൊക്കെ ഫാസ്റ്റായി ഇംഗ്ലീഷ് പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതിൽ നിരവധി ചോദ്യങ്ങൾക്ക് സതീശൻ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു ചോദ്യം സതീശന് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതുപോലെ ഈ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളെയും പോപ്പുലർ ഫ്രണ്ടിനെയും അതുപോലെ മതപരമായിട്ടുള്ള തീവ്ര കാര്യങ്ങളെയും ഒക്കെ താങ്കൾ ചെറുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്. സതീശന് മനസ്സിലായില്ല. സതീശന് മനസ്സിലാക്കാത്തതിൻ്റെ കാര്യം ഈ പറയുന്ന സതീശൻ്റെ ഉള്ളിൽ പോലും സതീശന് മനസ്സിലാകാത്തത് സതീശൻ കൃത്യമായി കേട്ടില്ല. ആ സ്പേസ് സതീശന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സതീശൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മറ്റേ ചോദ്യമായിരിക്കും എന്നാണ്. ഏത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുസ്ലിം ലീഗിൻ്റെ ഒക്കെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള ചോദ്യമാണ് എടുക്കുക. അപ്പോൾ സതീശൻ ഉടനെ തന്നെ നിങ്ങൾ ഈ തീവ്ര നിലപാടുകാരെയൊക്കെ എതിർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സതീശൻ ഒറ്റടിക്കും. ഞാൻ ആദ്യം കിട്ടുന്ന ഞെട്ടിപ്പോയി.
ഞാൻ വിചാരിച്ചു അത് കേരളം മുഴുവൻ കത്താൻ പോകുന്ന ഒരു വിഷയമാണെന്ന് വിചാരിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് വലിയ വിഷയമാണ്. സച്ചിൻ പറഞ്ഞ നോ 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 എന്ന്, അതായത് ഞാനങ്ങനെ എതിർക്കൂലെന്ന് പറയണം. ഏത് വർഗീയതയും അതുപോലെ തീവ്ര വർഗീയതയും ഒന്നും എന്ത് ചെയ്യില്ല, എതിർക്കില്ലെന്ന് പറഞ്ഞു. നോ 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 കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പം പിന്നീടാണ് മനസ്സിലായത് സജിന് ചോദ്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞത്. സജി അടുത്ത പറയണം നോ ഐ ആം എ ഹിന്ദു എന്നാണ് പറയുന്നത്. ഐ ആം എ ഹിന്ദു. അപ്പം എന്താണെന്ന് വെച്ചാൽ സതീശൻ്റെ ഉള്ളിൽ തന്നെ മറ്റേ ചോദ്യം വല്ലാതെ ഒരു വിങ്ങലായിട്ട് കിടക്കുന്നുണ്ട്. കാരണം തൽക്കാലം ഇപ്പോൾ ആ കസേര പിടിക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുസ്ലിം ലീഗിനെയും മീഡിയ വണ്ണൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഹിസ്റ്റീരിയ ബാധിച്ച പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിൻ്റെ ഇടയിലൂടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, UDF അധികാരത്തിൽ എത്തിക്കാനല്ല അവരൊന്നും ശ്രമിച്ചത്. ഇവരെല്ലാവരും ശ്രമിച്ചത് സതീശനെ അധികാരത്തിൽ എത്തിക്കാനാണ്. അതും കൂടി കാണണം. കാരണം ഈ സതീശന് മാത്രമേ ഇതിൻ്റെ ക്രെഡിറ്റ് ഉള്ളൂ. ശ്രദ്ധിച്ചണ്ട, വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഒറ്റയാക്കേ ഉള്ളൂ. ആർക്ക്? അതെ, KC വേണുഗോപാൽ വെറും വൃത്തികെട്ട ആളെന്നുള്ളവരൊക്കെ ഇവർ തന്നെ പറയണത്. നിഷാദ് റാവുത്തറൊക്കെ എന്നിട്ട് മീഡിയ വണ്ണിൻ്റെ ചർച്ചയിൽ തന്നെ ഇന്ന് KC വേണുഗോപാൽ വെറുതെ റാഞ്ചാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളി കഴുകനോ പരുന്തോ ഒക്കെ ആയിട്ട് വന്ന് എന്ത് ചെയ്യുന്നതാണ്, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ റാഞ്ചൂല. അതുപോലെ പാവം സതീശൻ ഇവിടെ എന്ത് ചെയ്യുന്ന കോഴിക്കുഞ്ഞിൻ്റെ ഇതിന്ന് ഇത് എന്ത് ചെയ്യുന്നു, സതീശൻ കോഴിക്കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞായിട്ട് എന്ത് ചെയ്യുന്നു, മുഖ്യമന്ത്രി കസേര ഇരിക്കുന്നു. മുഖ്യമന്ത്രി കസേര എന്ത് ചെയ്യരുത്, റാഞ്ചി എടുക്കരുത്. കൂടാതെ മുസ്ലിം വിരുദ്ധനാണ്, ഹിന്ദു ചേർന്ന് നിൽക്കുന്നവനാണ്, കോൺഗ്രസിന് വലിയ കോട്ടം ഉണ്ടാക്കിയവനാണ്, ലോകത്ത് മുഴുവൻ കോൺഗ്രസിന് തോപ്പിച്ചവനാണ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പറയാത്ത കുറ്റമൊന്നുമില്ല. ഈ ട്രംപ് അധികാരത്തിൽ വന്ന പോലും പുള്ളിയുടെ തലയിലാണോ എന്നുള്ള ലെവലിലേക്കാണോ വന്നേക്കുന്നത്. അങ്ങനെ ഇവർക്കെതിരെ ഇപ്പം യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കയറി തുടങ്ങിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കരുതായിരുന്നു, ഇയാൾ ആൾ ശരിയല്ല, പണ്ട് ആഭ്യന്തര ഭരിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൽ ആണെങ്കിൽ പിന്നെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് കൈകടത്താൻ കുറച്ച് പണിയാണല്ലോ. സതീശൻ പോലും പറഞ്ഞാലും രമേശ് ചെന്നിത്തല എന്ത് ചെയ്യണമെന്നില്ല, കേൾക്കണമെന്ന് നിർബന്ധമില്ല. വേറെ ഏതെങ്കിലും ഗ്രൂപ്പൊക്കെയാണ് ഇപ്പോൾ OJ ജനേഷൊക്കെ കാര്യം കേസിൻ്റെ ഗ്രൂപ്പിലാണെങ്കിലും ജനേഷെ വിളിച്ചിട്ട് സതീശൻ പറഞ്ഞേ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു മുഖ്യമന്ത്രിയല്ലേ, ഇത് പറഞ്ഞു കേട്ടുകൂടെന്ന് വെച്ചാൽ ചിലപ്പോൾ കേട്ടു. പക്ഷെ ഇതല്ല. രമേശ് ചെന്നിത്തലയുടെ വകുപ്പിൽ മിക്കവാറും ഉദ്യോഗസ്ഥന്മാരുടെ പോലും സതീശന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഇത് വാർത്തയായതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, അതായത് മേനോൻ കുട്ടിയായി മാറുക, മറ്റേ സവർണ ബോധത്തെയൊക്കെ തന്നെ ഉത്തേജിപ്പിച്ചുകൊണ്ട് NSSും SNDPയുടെയൊക്കെ ഒരു എതിർപ്പിനെ കൂടി പതുക്കെ അങ്ങോട്ട് നിൽക്കുക. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയാമോ, SNDPയും NSSും ഒക്കെ ഇനി ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ, നിങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടിയും ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യുക, മേനോൻ ഊട്ടി ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജിൻഡോനോട് കൂടി വിളിച്ചിട്ട് ജിൻഡോ നാളെ തന്നെ ഈ പോസ്റ്റ് ഇടണം. അപ്പോൾ ജിൻഡോ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം എന്ന് വെച്ചാൽ അങ്ങയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എഴുതാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതൊന്നും കുഴപ്പമില്ല, നീ കൃത്യമായിട്ട് എന്ത് ചെയ്തു, എഴുതി ഞാനങ്ങനെ ഇട്ട് തരാം, നീ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ആ പോസ്റ്റ് എന്ത് ചെയ്തേക്കുന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളിൽ വലിയ വാർത്തയുമായി സോഷ്യൽ മീഡിയയിലെ കത്താണ്. ഇത് മനഃപൂർവ്വം കത്തിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും പ്രബലൻ VD സതീശനാണ്. മറ്റേ പുള്ളിയൊക്കെ അടിച്ചു പോയി, ആര് പിള്ളേരൊക്കെ അടിച്ചു പോയി, അവരാണ് കളി പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷേ സതീശനേക്കാൾ ഗംഭീരമായിട്ട് പഠിച്ചു. ആര് ഷാഫിയും മാങ്കൂട്ടും ഒക്കെ പഠിച്ചു പോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരിടക്ക് പ്രജതയൊക്കെ ഓർക്കണ്ട, ഷാഫിയും മാങ്കൂട്ടത്തിലും എതിര് നിൽക്കുന്നതുകൊണ്ട് സതീശനെതിരെ തെറിവിളിയായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ പാവങ്ങൾ അവരടിച്ചു പോയി. ഇപ്പൊ ഷാഫിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ട് അപ്പം ചീത്ത വിളിയാണ്. നേരത്തെ തിളക്കമാറുന്ന വ്യക്തിത്വമായി വെച്ചാണ്. അപ്പം ഇതൊക്കെ ഓരോരോ കാലത്തുണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇപ്പം സത്യം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ഇതിലൂടെ ഒരു ഗുണവും കൂടി കിട്ടി. ജിൻഡോയുടെ വിസിബിലിറ്റി കൂടി സതീശന് എന്ത് ചെയ്യുമായി, മറ്റേ മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള പേരും മാറ്റി കിട്ടി. ഇതാണ് ഇതിൻ്റെ തന്ത്രം. ഇത് സാധാരണ ജനത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊക്കെ ഇത്ര കാലം പറയാൻ പറ്റുമെന്ന് അറിയില്ല. മിക്കവാറും ഇന്ന് വൈകുന്നേരം തന്നെ എന്നെ ആളുകൾ വിളിക്കും, ഇതൊക്കെ നിങ്ങൾ തുറന്ന് എന്ത് ചെയ്തു, ഇതൊക്കെ കാര്യമൊക്കെ ശരി തന്നെ രേഷ, പക്ഷേ ഇത് തുറന്ന് പറയരുതെന്ന് എത്തി. ഞാനായതുകൊണ്ട് പിന്നെ അങ്ങനെ പറയുള്ളൂ. എൻ്റെ അടുത്ത് അല്ല ഇതിങ്ങനെയല്ല നിങ്ങൾ അങ്ങനെയാണെന്നൊക്കെ മാറ്റി പറഞ്ഞ് ജയിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരത് പറയൂല. അവർ പറയാൻ പോണ വാചകം ഇതാണ്, രേഷ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ഇതൊക്കെ പറയാമോ എന്ന് എന്തി. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിരാവിലെ തന്നെ വന്ന് ഇത് പറഞ്ഞത്. ഇനി വൈകുന്നേരം ഇപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും എന്നെ വിളിച്ചിട്ട് ഇനി ഒരു വാക്ക് കൊടുക്കേണ്ടി വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല.